മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക എന്നതിലുപരി നടിയും അവതാരകയും എന്നുവേണ്ട റിമി കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ്. അവതരണത്തിൽ പേളിമാണിയ വെല്ലാൻ മറ്റൊരാൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം ചിലരുടെ മനസ്സിലെങ്കിലും നിൽക്കുമ്പോഴാണ് റിമിയുടെ അവതരണം കൊണ്ട് ഒരിക്കൽ മമ്മൂക്ക പോലും സ്റ്റേജിൽ പൊട്ടിച്ചിരിച്ചു പോയത്. റിമി പാട്ടുപാടാൻ വേദിയിൽ എത്തിയാൽ പോലും നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കാരണം ആ വേദിയെ എങ്ങനെ തന്നിലേക്ക് എത്തിക്കണമെന്ന് കൃത്യമായൊരു പ്ലാൻ റിമിക്കുണ്ട്. വലിയ പ്രഗത്ഭമതികൾ വേദിയിലുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് റിമിയുടെ സംസാരം കേൾക്കുമ്പോഴാണ് സന്തോഷം തോന്നുന്നതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ്. ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത്. ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരം എന്നായിരുന്നു അടുത്തിടെ SKN പോലും പറഞ്ഞത്. ഇപ്പോഴിതാ അടുത്തിടെ റിമി പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. അത് മറ്റൊന്നുമല്ല, തന്റെ ചിലവിനെ കുറിച്ചാണ് റിമി തുറന്ന് സംസാരിക്കുന്നത്. ഞാൻ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരാളാണ്, ഒരിക്കലും ഇതിൽ മാതൃകയാക്കരുതെന്നാണ് റിമി പറയുന്നത്. വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ആളാണ് താനെന്നും അടുത്തിടെ റിമി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് താൻ അത്യാവശ്യം ചിലവ് ചെയ്യുന്ന ആളാണെന്നും റിമി പറയുന്നത്. ഞാൻ വരവറിയാതെ ചിലവഴിക്കും, ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ, അത് നന്നായി ജീവിക്കാം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ചിലവാക്കിയില്ല എങ്കിൽ എപ്പോൾ ചിലവാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുക. യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ചിലവിടുന്നത്. പിന്നെ ഒരു പെർഫോമർ ആണ് ഞാൻ. അപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പൈസ ചിലവാക്കും എന്നും റിമി പറയുന്നു. എന്നാൽ ഇത് തന്നെയല്ലേ ഒരിക്കൽ റിമിയെ കുറിച്ച് റോയ്സ് പറഞ്ഞതെന്നും ചില ആരാധകർ ചോദിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് റിമിക്ക് ഓരോ ഷോയിൽ നിന്നും. പിന്നെ റിയാലിറ്റി ഷോയിൽ നിറസാന്നിധ്യമായി റിമി മാറിയിട്ടുമുണ്ട്. പിന്നെ അവർക്ക് ചിലവാക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവർ ഉണ്ടാക്കുന്നു, അത് ചിലവാക്കുന്നു, അതിൽ ആർക്ക് എന്ത് നഷ്ടമാണെന്നും റിമിയുടെ ആരാധകർ മറുചോദ്യം ചോദിക്കുന്നുമുണ്ട്. എവിടെയെങ്കിലും പോയി വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നതിൽ സഹോദരങ്ങളുടെ മക്കളുടെ പങ്ക് ചെറുതല്ലെന്നാണ് റിമി പറയുന്നത്. അതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് ആകില്ലേ എന്നും റിമിയോട് SKN ചോദിക്കുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കാരണം ഇനിയൊരു കൂട്ടു വേണ്ട എന്ന് പലരും റിമിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും മറ്റൊരു വിവാഹത്തെ കുറിച്ചൊന്നും റിമി തുറന്നു പറഞ്ഞിട്ടില്ല. 40 വയസ്സായി റിമിക്ക്. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വർഷങ്ങളും. പലകുറി താരത്തിന് രണ്ടാം വിവാഹം ചർച്ചയായിരുന്നുവെങ്കിലും താൻ നേരിട്ട് വന്ന് അറിയിക്കുമെന്നാണ് റിമി വിവാഹ വാർത്തയെ കുറിച്ച് പറഞ്ഞത്. റിമിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ റിമി ഒരിക്കലും പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എവിടെയും സംസാരിച്ചിട്ടില്ല. അതുതന്നെയാണ് അവരുടെ നന്മയെന്നാണ് ആരാധകർ പറയുന്നത്. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.